ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു സക്സസ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള PSC നടത്തുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് എക്സാമില് സെക്കൻഡ് റാങ്ക് നേടിയ മുസാദിക് TM ആണ്. വെൽക്കം മുസാദിക് ടു അവർ സെഷൻ. താങ്ക് യു മിസ്. ഇപ്പോൾ ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് എക്സാമില് സെക്കൻഡ് റാങ്ക് നേടിയ സന്തോഷത്തിലാണ്. അപ്പൊ മുസാദിക്കിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ഞങ്ങൾക്കും അതേപോലെ ഉദ്യോഗാർത്ഥികൾക്കും താല്പര്യമുണ്ട്. അപ്പൊ മുസാദിക്കിനെ പറ്റി പറഞ്ഞോളൂ. എന്റെ പേര് മുസാദിഖ്. എന്റെ സ്വദേശം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്ക് അടുത്തുള്ള വെളിയത്തുനാടാണ് എന്റെ സ്വദേശം. എന്റെ ക്വാളിഫിക്കേഷൻ IT ആണ്. IT മെഷീനിസ്റ്റ് ട്രേഡിൽ IT-യും നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റുമാണ് എന്റെ ക്വാളിഫിക്കേഷൻ. പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിലെ ഒരു സ്റ്റീൽ കമ്പനിയിൽ CNC ഓപ്പറേറ്റർ ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നിലവിലിപ്പോ ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ 2ാമത്തെ റാങ്ക് ഹോൾഡറാണ്. ഇപ്പൊ മുസാദിക്ക് പറഞ്ഞു, മുസാദിക്ക് പ്രവാസ ജീവിതത്തിലാണ്, അതായത് സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് എങ്ങനെയാണ് കേരള PSC-യിലേക്ക്, അതും ടെക്നിക്കൽ PSC എക്സാംസ് നോക്കി തുടങ്ങാം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നത്? ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു പ്രവാസിയും കൊണ്ട് നാട്ടിലൊരു സ്ഥിര ജോലിയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ നോക്കുമ്പോൾ സർക്കാർ ജോലിയിൽ PSC-യിൽ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പോൾ PSC-യിൽ ഇപ്പോൾ 2 കാറ്റഗറിയാണ് ഉള്ളത്. ജനറൽ കാറ്റഗറി ഉണ്ട്, ടെക്നിക്കൽ കാറ്റഗറി ഉണ്ട്. ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ ലെവൽ കൂടുതലായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ടെക്നിക്കൽ കാറ്റഗറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ടെക്നിക്കൽ കാറ്റഗറി തിരഞ്ഞെടുക്കാൻ കാരണം. മുസാദിക്ക് പ്രധാനമായും ഈ ഒരു എക്സാം മാത്രമാണോ ഫോക്കസ് ചെയ്ത് പഠിച്ചത്, അതോ മറ്റ് എക്സാംസ് നോക്കിയിരുന്നോ? ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ എക്സാമിൽ ഞാൻ പ്രധാനമായിട്ട് നോക്കിയത് ആദ്യം വന്ന നോട്ടിഫിക്കേഷൻ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് എന്ന സീഡിലേക്കാണ്. അതിനാണ് ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്തതും പ്രിപ്പറേഷൻ ആരംഭിച്ചതും. അതിൽ പിന്നെയാണ് ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ്, ട്രേഡ്സ്മാൻ ടർണർ, അങ്ങനെ തുടങ്ങിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. സെക്കൻഡ് റാങ്ക് നേടാനായിട്ട് മുസാദിക്കിനെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? പ്രധാനമായിട്ടും 2-3 ഘടകങ്ങളാണ് എന്നെ ഈ സെക്കൻഡ് റാങ്കിലേക്ക് എത്തിച്ചത്. ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്കൊരു 13 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മെഷീനിസ്റ്റ് എന്ന മേഖലയിൽ തന്നെ. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ CNC ഓപ്പറേറ്റർ ആണ്. ഇപ്പോൾ ട്രേഡ്സ്മാന്റെ സിലബസ് എടുത്ത് നോക്കിയാൽ 1ാമത്തെ സിലബസ് മുതൽ 10ാമത്തെ സിലബസ് മോഡ്യൂൾ വരെ, 1ാമത്തെ മോഡ്യൂൾ മുതൽ 10 മോഡ്യൂൾ വരെ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ, വർക്ക് ലൈഫിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ആ സിലബസിൽ ഉള്ളടക്കം. വേറെ ഒന്നുമില്ല അതിൽ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഒരു ഈസി ആയിട്ടുള്ള സിലബസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഏതൊരു ITക്കാരനും സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അത് ഒരു കാരണമാണ് 2ാം റാങ്കിൽ എത്താൻ. 2ാമത്തെ ഘടകം എന്ന് വെച്ചാൽ ഞാൻ ഏണസ്റ്റ് അക്കാദമിയിൽ എടുത്ത അഡ്മിഷനാണ് എന്നെ ഈ 2ാം റാങ്കിലേക്ക് എത്താൻ സഹായിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഏണസ്റ്റ് അക്കാദമിയിൽ അഡ്മിഷൻ എടുത്തില്ല, ഞാൻ സ്വയമായിട്ട് പഠിച്ചു പോയിരുന്നെങ്കിൽ ഒരു 10ഓ 15ഓ അല്ലെങ്കിൽ അതിനടിയിലോ റാങ്കിൽ ഉൾപ്പെട്ടാമായിരുന്നു ഞാൻ 2ാമത്തെ റാങ്കിലേക്ക് എത്തിപ്പെടാൻ പ്രധാനമായും സഹായിച്ചത് ഏണസ്റ്റ് അക്കാദമിയിലെ ക്ലാസ്സുകളാണ്. മുസാദിക്ക് ഇപ്പോൾ പ്രവാസ ജീവിതത്തിലാണ്. അപ്പോൾ ഈ പ്രവാസിയായി നിന്നുകൊണ്ട് ഈ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുക്കുമ്പോൾ മുസാദിക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികളായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. കാരണം എല്ലാവരും വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരു പ്രശ്നമാണ്, ടൈം കിട്ടുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിലേറെ സമയമുണ്ടായി. അതായിരുന്നു അങ്ങനെ വെല്ലുവിളിയായിട്ടൊന്നും പറയാനില്ല. ട്രേഡ്സ്മാൻ ഉൾപ്പെടെ നിരവധി മെക്കാനിക്കൽ എക്സാംസ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഈ എക്സാംസിനൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട് മുസാദിക്കിന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? അത് നമ്മൾ ഇതിന് എക്സാമിന് വേണ്ടി ഇറങ്ങിയിരിക്കുമ്പോൾ ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണം. നമുക്ക് വേണം, ഇത് ജോലി നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ മൈൻഡ് സെറ്റാണ് ആദ്യം ഞാൻ ഒന്നാമത് സെറ്റ് ആക്കിയത്. ഇത് എനിക്ക് 1ാം റാങ്കിലേക്ക് എത്തണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഞാൻ ആദ്യം ബിൽഡ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് പിന്നെ ബാക്കി പടിപടിയായിട്ട് ഓരോന്നും ചെയ്തു വന്നത്. എൻ്റെ പ്രിപ്പറേഷൻ ആയാലും എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ ആ മൈൻഡ് സെറ്റിൽ നിന്നാണ് ഞാൻ ബിൽഡ് ചെയ്തെടുത്തത്. പ്രധാനമായിട്ടും നമുക്ക് മുമ്പിലുള്ള സിലബസ് കംപ്ലീറ്റ് പഠിക്കാൻ നോക്കുക, പൂർണ്ണമായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യുക. PSC-യുടെ സൈറ്റിലായാലും ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള നിരവധി ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട്. അതെല്ലാം ആൻസർ ചെയ്യുക, തുടരെ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ ചെയ്ത ഒരു രീതി. അതിൻ്റെ കൂടെ ബിഗ് ലേണിങ്ങിന്റെ ആപ്പ് ഉപയോഗിച്ച് ഞാൻ ഓരോ മോഡ്യൂൾ വൈസുള്ള ഓരോ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ് കഴിയുമ്പോൾ അതിന് മോഡ്യൂൾ ടെസ്റ്റുകളുണ്ട്. അവസാനം എക്സാം പോലെ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന നിരവധി ടെസ്റ്റുകൾ, എനിക്ക് തോന്നുന്നു 10ഓളം ടെസ്റ്റുകൾ വരെ ഉണ്ടായി.
അതെല്ലാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവല് ഹൈ ആണ്. അതായത് നമ്മളുടെ ബിഗ് ലേണിംഗിൽ മറ്റു വിദ്യാർത്ഥികളുണ്ടല്ലോ, അവരുടെ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ലെവല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതൊന്നുകൂടി ബൂസ്റ്റ് ചെയ്ത് പിന്നീട് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി എടുക്കാനും ഈ ബിഗ് ലേണിംഗിന്റെ ആപ്പ് ഉപയോഗിച്ച് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ടെക്നിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പ്രധാനമായിട്ടും ITI ക്വാളിഫിക്കേഷൻ ഉള്ള വിദ്യാർത്ഥികളെ എനിക്ക് കുറച്ച് പറയാനുണ്ട്. കാരണം നമ്മൾ ITI ലെവലിൽ കേരള PSC കിട്ടാവുന്ന 2 പോസ്റ്റുകൾ ഒന്നാണ് ജൂനിയർ ഇൻസ്ട്രക്ടറും ട്രേഡ്സ്മാനും. അതിന്റെ സിലബസ് എന്ന് വെച്ചാൽ നമ്മുടെ 2 വർഷത്തെ ടെക്സ്റ്റ് ബുക്കാണ്, വേറൊരു സിലബസും അല്ല അതിൽ. 2 വർഷം പഠിച്ചിറങ്ങിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള ഒരു സിലബസ് ആണ് അത്. നമുക്കൊന്ന് ശ്രമിച്ചാൽ ഒരു പകുതി ജനറൽ PSC ചെയ്തതിനേക്കാൾ പകുതി റഫ് ആയിട്ടിട്ടാൽ നമുക്ക് ഉറപ്പായിട്ടും 100% നമുക്ക് ക്രാക്ക് ചെയ്യാന്നുള്ളൊരു സിലബസ് ആണ് അത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, വാക്കൻസിയുടെ ഒരു കുറവുകൊണ്ട് നിങ്ങൾ ആരും പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത്. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നേടാവുന്നതേ ഉള്ളൂ. ആ ഒരു ആത്മവിശ്വാസത്തോടെ നമ്മൾ ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കും. ഗൈഡൻസ് ഇല്ലാണ്ട് നമുക്ക് പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എത്തിപ്പെടുന്ന റാങ്കിൽ ഒരു പടി മുന്നോട്ട് എത്താൻ ആ ഗൈഡൻസ് കൊണ്ട് സഹായമാകും. അതാണ് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഒരു കോച്ചിങ്ങിന്റെ സഹായത്തോടുകൂടി പഠിക്കുന്നതാണ് എന്തുകൊണ്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അതൊരിക്കലും ഒരു നഷ്ടമാകില്ല എന്ന് എന്റെ എക്സ്പീരിയൻസ് എനിക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. മുസാദിഖിന്റെ പഠന രീതിയും അതേപോലെ റാങ്ക് മേക്കിംഗിലേക്ക് എത്തിച്ച കാര്യങ്ങളും ഒക്കെ മുസാദിഖ് നമ്മളോട് ഷെയർ ചെയ്തു. അപ്പം ഇനി വരാൻ പോകുന്ന എക്സാംസിന് തയ്യാറെടുക്കുന്ന സ്റ്റുഡൻസിനോട് എന്ത് മോട്ടിവേഷൻ ആണ് മുസാദിഖിന് കൊടുക്കാനുള്ളത്? ഞാൻ ആദ്യമായിട്ട് ടെക്നിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് 10 വർഷം മുമ്പായിരുന്നു. 10 വർഷം മുമ്പ് എന്ന് വെച്ചാൽ 2015 ആദ്യമായി സെയിം ഇത് തന്നെ, ട്രേഡ് തന്നെ, ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് തൃശ്ശൂർ ജില്ലയുടെ അന്ന് ജില്ലാ തലത്തിലാണ് നിയമനം നടത്തുന്നത്. അന്ന് ഞാൻ ആദ്യമായിട്ട് എഴുതിയ എക്സാം. അന്ന് ഇതുപോലെ കോച്ചിങ് സെന്ററുകളോ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള ഒരു സംവിധാനങ്ങളൊന്നുമില്ല. അന്ന് വെറുതെ ഒരു ജനറൽ PSC ചെയ്ത മൈൻഡിൽ പോയി എഴുതി. അന്ന് ഞാൻ റാങ്ക് ലിസ്റ്റിൽ ലാസ്റ്റ് ആളായിരുന്നു. മെയിൻ ലിസ്റ്റിൽ 42 ആളായിരുന്നു. അന്നെന്തോ 5 വേക്കൻസി അങ്ങനെ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞ് പോയത്. അതോർത്ത് ഞാൻ പലപ്പോഴും റിഗ്രറ്റ് ചെയ്യാറുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ആ ജോലി കിട്ടിയായിരുന്നല്ലോ ഓർത്ത് ഞാൻ പലപ്പോഴും അതോർത്ത് ഞാൻ റിയലായിട്ട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ആ ഒരു അവസരത്തിലാണ് വീണ്ടും 10 വർഷം ശേഷമാണ് പിന്നെ ട്രേഡ്സ്മാൻ വീണ്ടും വിളിക്കുന്നത്. 10 വർഷത്തെ ഇടയിൽ വിളിച്ചിട്ടില്ല. ഇപ്പൊ ഒരു സംസ്ഥാന തലമായി ഞാൻ ആലോചിച്ച്, ഈ പഠിക്കാതിരുന്നുള്ള കാരണം കൊണ്ട് എനിക്ക് ജോലി നഷ്ടമാകരുതെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു തന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എന്റെ മൈൻഡ് സെറ്റാക്കി, ഇതെനിക്ക് വേണം, ഈ ജോലി എനിക്ക് അത്യാവശ്യമാണ്, എങ്ങനെയാലും നാട്ടിൽ സെറ്റിൽ ആവണം എന്നുള്ളൊരു എന്റെ മനസ്സിലാണ് കയറി. പിന്നെ അതിനു വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടിരിക്കും. പിന്നെ എന്ത് ഒഴിവ് സമയം കിട്ടിയാലും വേറെ ഒരു പണിക്കും പോകില്ല. ഇതിനെന്നെ ചിന്ത മൈൻഡിൽ കയറിയിട്ട് പിന്നെ വേറെ ഒന്നുമില്ല. തയ്യാറെടുക്കുന്നത് ശരിയാണോ, ഗൈഡൻസ് റെഡിയാണോ, എല്ലാം നമുക്ക് ഇങ്ങനെ സംശയങ്ങളായിരിക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ, ആ രീതിയിലൊക്കെ ഞാൻ തിരഞ്ഞെടുത്തു. ഓൺലൈനായാലും ഓഫ്ലൈനായാലും അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഇതിലേക്ക് എത്തിപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് മോട്ടിവേഷനായിട്ട് പറയാനുള്ളത് വെച്ചാൽ, നമുക്ക് ശ്രമിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 10 വർഷം മുമ്പ് എഴുതിയ എക്സാമിൽ നിന്നാണ് ഞാൻ 10 വർഷം ശേഷമാണ് എനിക്ക് ഇത് 2ാം റാങ്കിലേക്ക് എത്താൻ സാധിച്ചത്. അതുപോലെ എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഈ ടെക്നിക്കൽ PSC, പ്രത്യേകിച്ച് ITI ക്വാളിഫിക്കേഷൻ ഉള്ള ട്രേഡ്സ്മാൻ ആയാലും ജൂനിയർ ഇൻസ്ട്രക്ടർ ആയാലും. ഇത്രയും വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച മുസാദിഖിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ മുസാദിഖിന്റെ ഈ ജേണി ഇനി വരാൻ പോകുന്ന മെക്കാനിക്കൽ എക്സാംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രചോദനമായി തീരട്ടെ. അപ്പൊ നാളെ നിങ്ങൾക്കും ഒരു റാങ്ക് മേക്കർ ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു സക്സസ് സ്റ്റോറിയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.